ഇന്നിപ്പോൾ ഇതാ ഞാൻ അസർ ബാങ്ക് കൊടുത്തൊരു 5 മണിയൊക്കെ ആകുമ്പോൾ വേഗം ഞാൻ അടുക്കളയിൽ കയറിയിട്ടോ. കാരണം ഇന്നിപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ പിന്നെ വേഗം കയറി. പിന്നെ എനിക്ക് റിഫൂട്ടിനെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവന്നു. അവൾക്ക് പാലൊക്കെ കാച്ചി കൊടുത്തു, ബ്രെഡൊക്കെ പൊരിച്ചു കൊടുത്തു, അവൾ കഴിച്ചു. പിന്നെ ഉമ്മാൻ്റെ അടുത്താകുമ്പോൾ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇമ്മ നന്നായി നോക്കും അവളെ. എനിക്ക് അവൾ ഉമ്മാൻ്റെ അടുത്താണെങ്കിൽ അവൾ ശ്രദ്ധിക്കണം എന്നുള്ള മൈൻഡ് ടെൻഷനാണ് കാര്യമില്ല. കാരണം അവൾ ഉമ്മയായിട്ട് സെറ്റായിട്ട് ഉമ്മ നോക്കും, അവളവിടെ കളിക്കും ഒക്കെ ആകുമ്പോൾ എനിക്ക് എല്ലാം ചെയ്യാം. നോമ്പ് തുറക്കാൻ ഞാൻ 4 മണിക്കൊക്കെ ഞാൻ അടുക്കളയിൽ കയറിയാൽ പിന്നെ അവൾ വാങ്ങി കൊടുക്കുന്ന നേരത്തേക്ക് ഇടയ്ക്കൊക്കെ വന്നപ്പോൾ ഉമ്മ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയിരിക്കും. എന്നാലും അവളെ ഉമ്മ നോക്കും, നന്നായി ഉമ്മ നോക്കും. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, ആ ഒരു ടെൻഷനൊന്നുമില്ല. അപ്പോൾ പിന്നെ വേഗം അടുക്കളയിൽ കയറി അടുക്കളത്തെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ ചെയ്യാം. പിന്നെ ഇക്ക വന്നിട്ടുമില്ല. ഇക്ക വരണമെങ്കിൽ ഒരു 5:30 ഒക്കെ ആവും, 5:30 5:45 ആവും. അപ്പോൾ ഞാൻ കയറുമ്പോഴേക്കും ഇപ്പോൾ ഞാൻ അടുക്കളയിൽ കയറിയപ്പോൾ അസർ ബാങ്ക് കൊടുത്തതിന് കുറച്ച് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4:45 ആയി. കാരണം വലിയ പരിപാടിയിൽ പത്തിരി ഉണ്ടാക്കണം, പിന്നെ കുറച്ച് ബീഫിൻ്റെ ഇരിക്കുന്നുണ്ട്. അന്ന് പള്ളിയിൽ നിന്ന് കിട്ടിയല്ലോ, പള്ളിയിൽ നിന്ന് കിട്ടി. ഞങ്ങൾ ചിക്കൻ ഈ നോമ്പ് തുറക്കുമ്പോൾ ചിക്കനൊക്കെ വാങ്ങിയതുകൊണ്ട് പിന്നെ കുറച്ച് ബാക്കി വന്നല്ലോ. അപ്പോൾ പിന്നെ ബീഫിനൊന്ന് ഗ്രേവി ആക്കുക, ഒരു റോസ്റ്റ് പോലെ ആക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പത്തിരി ഉണ്ടാക്കാൻ പറഞ്ഞിട്ട്. പിന്നെ ചിക്കൻ്റെ കറിയൊക്കെ ഉണ്ട്. പഴംപൊരിക്ക് കുഴച്ച മാവും കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പം പിന്നെ അതും ഉണ്ടാക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ അതുകൊണ്ടാണ് വൈകിട്ട് കയറിയത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പത്തിരി ഉണ്ടാക്കണേ ഇങ്ങനെ അസർ നിസ്കാരം കഴിഞ്ഞതും കയറും. എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ കുറച്ച് ടൈം വേണം, കാരണം ഒന്ന് സെറ്റായി വരാൻ. ഞാൻ ആദ്യമൊന്നും പത്തിരി ഉണ്ടാക്കാറില്ല, കാരണം എനിക്കറിയില്ല. ഇവിടെ വന്നിട്ടാണ് ഇക്കാൻ്റെ ഉമ്മാനെയും കണ്ടിട്ടാണ് എല്ലാതും പഠിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ പത്തിരിയൊക്കെ കുഴയ്ക്കലും വാട്ടലൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുള്ളൂ. നല്ലതൊന്നും അറിയില്ല, ഇപ്പോഴാണ് ഒന്ന് സെറ്റായത്. കാരണം നമ്മുടെ വീട്ടിലാകുമ്പോൾ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ, പണിയെടുക്കല്ലേ, നമ്മൾ പഠിത്തമൊക്കെ ആയിട്ട് ഇങ്ങനെ പോക്കല്ലേ. അപ്പോൾ പിന്നെ എല്ലാം ഇവിടെ വന്നിട്ടാണ് സെറ്റായത്. അപ്പോൾ പിന്നെ പത്തിരി വാട്ടാനും നൂൽപുട്ട് വാട്ടലൊന്നും അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കുറേയൊക്കെ ആയിട്ട് ശരിയായി വന്നത്. ഇൻഷാ അല്ലാഹ് റെഡിയായി. പിന്നെന്താ, നമ്മുടെ ബീഫിനുള്ള എല്ലാം കുക്കർ വെച്ച് ഉള്ളിയൊക്കെ നല്ല വാട്ടി പൊടികളൊക്കെ അതിലിടും. പൊടികൾ പറയുന്നത് നമ്മുടേതായ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ബീഫ് മസാലയും ഒക്കെ തന്നെ കേട്ടോ. കുറച്ച് ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ, കുറച്ചേ ഉള്ളൂ, ചെറിയൊരു ഗ്രേവി ആക്കാൻ. കാരണം ചിക്കൻ ഉള്ളത് കൊണ്ട് അന്ന് മൊത്തം കഴിയില്ല. വെച്ചിട്ട് പിന്നെയും ചൂടാക്കി കൂട്ടുമ്പോൾ ഒരു ഇതല്ലേ. ഞാൻ എപ്പോഴും ചിക്കനും ബീഫൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടത് മാത്രം കുറച്ചെടുത്തിട്ട് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ കയറ്റുക ചെയ്യുക കേട്ടോ. പിന്നെ വേണ്ടപ്പോൾ പിറ്റേ ദിവസമായാലും തികഞ്ഞില്ലെങ്കിൽ ഞാൻ വേറെ ഉണ്ടാക്കുക ചെയ്യുക. കാരണം നിറയെ ഉണ്ടാക്കി വെക്കാറൊന്നുമില്ല. എല്ലാവരും വരിക എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ മാത്രമേ നിറയെ ഉണ്ടാക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് മതിയല്ലോ. പിന്നെ ഇമ്മ അധികം ബീഫ് കൂട്ടൂല. എൻ്റെ ഉമ്മാക്ക് എന്താണെന്നറിയില്ല, ബീഫ് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കല്ലേ, ഞാൻ അത്യാവശ്യം കുഴപ്പമില്ല കഴിക്കും. എനിക്ക് മട്ടനോട് വലിയ താല്പര്യമില്ല കേട്ടോ. മട്ടനോട് എനിക്ക് ഇക്കാക്കൊന്നും താല്പര്യമില്ല, ഞങ്ങൾ കഴിക്കില്ല, വലിയ താല്പര്യമില്ല. അങ്ങനെ കഴിക്കുന്നൊരു ഇതന്നെ ഉള്ളൂ, വല്ലാണ്ട് താല്പര്യത്തോട്ട് കഴിക്കൊന്നുമില്ല. ബീഫും ചിക്കനും ചിക്കൻ കഴിക്കണ പോലെ ഞാൻ വേറെ ഒന്നും കഴിക്കില്ല കേട്ടോ. ചിക്കൻ ഞാൻ നന്നായി കഴിക്കും, എനിക്കിഷ്ടമാണ്. പിന്നെ അത് ഇറച്ചിയൊക്കെ അതിൽ കൊട്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മസാല ഒഴിച്ച് അത് സെറ്റാക്കി കേട്ടോ. പിന്നെ അതാ കോഴിൻ്റെ കറി ഉണ്ടല്ലോ, ചിക്കൻ കറി, അത് ചൂടാക്കണം. കാരണം തേങ്ങ അരച്ച് വെച്ച കറിയാണല്ലോ, അപ്പോൾ അത് ചൂടാക്കാം അങ്ങനെ വിചാരിച്ചു. പിന്നെ ജ്യൂസായിട്ട് പൈനാപ്പിൾ ഉണ്ട്, പിന്നെ എന്താണ്ട് തണ്ണിമത്തനൊക്കെ ഉണ്ട്. അപ്പോൾ അത് രണ്ട് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മുടെ പഴത്തിൻ്റെ ഷേക്ക്, അത് മസ്റ്റായിട്ട് ഡെയിലി ഉണ്ടാവും. അപ്പോൾ പിന്നെ അപ്പോഴേക്ക് പത്തിരിയൊക്കെ കംപ്ലീറ്റ് പരത്തി വെച്ചതിന് ശേഷം പിന്നെ ആ ബീഫ് കംപ്ലീറ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനൊന്ന് റോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു സോസൊക്കെ വെച്ചിട്ട്. അപ്പം കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വെറും ഉള്ളി കറിവേപ്പില മാത്രം ഇട്ടിട്ടൊന്ന് അതൊന്ന് വാട്ടിയിട്ട് ഈ ബീഫ് അങ്ങോട്ട് കൊടുത്തേനെ കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി ഇട്ടു, പിന്നെ സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് വറ്റി വന്നിട്ട് ഗ്രേവി പോലെയായി നല്ല കുറുകി വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. പത്തിരി അതും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചത് നോമ്പൊക്കെ തുറന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയ ശേഷമാണ് പിന്നെ പഴംപൊരിക്കും നിന്നു. അതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പത്തിരിക്ക് നിന്നത് കേട്ടോ. പത്തിരി പരത്തി റെഡിയാക്കി വെച്ചു. ഇനി വേഗം ചുട്ടെടുത്താൽ മതിയല്ലോ. കംപ്ലീറ്റ് എല്ലാം ഗ്യാസിൽ തന്നെ വെക്കാറ്, ചോറ് മാത്രമേ അടുപ്പിൽ വെക്കുള്ളൂ. അപ്പോൾ പിന്നെ ചോറും ഉണ്ട്, എല്ലാവരും ഉള്ളതുകൊണ്ട് വെച്ചുകൊണ്ട് തലേ ദിവസം എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെയൊക്കെ വെച്ച് ബാക്കിയുണ്ട്, ഒക്കെ ഫ്രിഡ്ജിലുണ്ട്, ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ അപ്പോൾ സോയാ സോസ് കുറച്ച് ഒഴിച്ചു, പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കേട്ടോ. ഇത് രണ്ടും ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എരിവൊക്കെ ബാലൻസ് ചെയ്യാനും നല്ല രസമുണ്ടാവും. സോയാ സോസൊക്കെ ഒഴിച്ചാൽ അടിപൊളിയായിട്ടുണ്ടാവും. പിന്നെ സെറ്റാക്കിയുണ്ടോ, ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് അങ്ങനെ ഗ്രേവി ആയിട്ട് വറ്റി റെഡി ആയിട്ടോ. അതവിടെ റെഡിയായി. ഞാൻ അപ്പോഴേക്കും പത്തിരി വേഗം ചുട്ടെടുക്കണേ. കറിയൊക്കെ ചൂടാക്കി വെച്ചു. പിന്നെ പത്തിരി വേഗം ചുട്ടെടുത്തു. പിന്നെ
അത്ര വലുതായിരിക്കില്ല കേട്ടോ, അത്യാവശ്യം ചെറിയ ചെറിയ പത്തിരി തന്നെ ചുട്ടെടുക്കാറുള്ളൂ. അങ്ങനെ പത്തിരിയൊക്കെ ചുട്ട് അത് കഴിഞ്ഞ ശേഷം നമ്മുടെ പഴംപൊരി അതിൻ്റെ കൂടെ സെറ്റായി. പിന്നെ എല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ചുട്ടോ. ആ കുട്ടിക്ക് 2 ചില്ലിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു ചിക്കന്, അപ്പോൾ അത് പൊരിച്ചു കാക്കും കുട്ടിക്കും വേണ്ടിയിട്ട്. എനിക്ക് ഞാനും കുട്ടിയും കൂടെ അങ്ങനെ കഴിച്ചു കേട്ടോ. 2 ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാ വാങ്ങി കൊടുക്കാൻ ടൈമൊക്കെ വന്ന് നിൽക്കാൻ കുളിയൊക്കെ ഞങ്ങളെല്ലാവരും കൂടി നോമ്പ് തുറന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ബായ്.